പാലക്കാട് ജില്ലയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് പൊതുവെ LDFന് അനുകൂലമായ ഒരു ജില്ലയാണ്. നിലവിലെ 12 മണ്ഡലങ്ങളിൽ 7 എണ്ണം LDFന്റെ കയ്യിലും ബാക്കി 5 എണ്ണം UDFന്റെ കയ്യിലുമാണ്. ആദ്യം ഞങ്ങൾ പട്ടാമ്പി മണ്ഡലത്തിലാണ് പോയത്. പട്ടാമ്പി സിറ്റിംഗ് MLA ആയ CP മുഹമ്മദിനെതിരെ ശക്തമായ ഒരു മത്സരം കൊണ്ടുവരാൻ LDFലെ മുഹമ്മദ് മൂസിൻ, JNU വിദ്യാർത്ഥി കൂടിയായ മുഹമ്മദ് മൂസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 6000 വോട്ടുകളുടെ ഭൂരിപക്ഷം LDFന് വലിയ വിജയപ്രതീക്ഷ നൽകുന്നുണ്ട്. തൃത്താല മണ്ഡലത്തിലായിരുന്നു അടുത്തതായി പോയത്. VT ബൽറാം സിറ്റിംഗ് MLAക്കെതിരായി സുബൈദ ഇസഹാക്കും ഒരു ശക്തമായ മത്സരം തന്നെ അവിടെ കാഴ്ചവെക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മൂന്നാമതായി ഷൊർണൂർ മണ്ഡലം LDFന്റെ PK ശശിക്കെതിരെ മത്സരിക്കുന്നത് C സംഗീതയാണ്. BDJSന്റെ വോട്ടുകൾ അവിടെ നിർണായകമാകുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അനുകൂലമാണ് UDFന് കാര്യങ്ങൾ. മറ്റൊന്ന് കോങ്ങാട് മണ്ഡലമാണ്. കോങ്ങാട് മണ്ഡലത്തിലെ സിറ്റിംഗ് MLA KV വിജയദാസിനെതിരെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് പന്തളം സുധാകരനാണ്. ഇവിടെ നിന്ന് ഇനി പാലക്കാട് മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. പാലക്കാട് നമുക്കറിയാം ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. എന്തായാലും അവിടേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം, വോട്ട് വഴി കാണാം.